ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലോ ബെൻസ്. LCUവിൽ പുറത്തിറങ്ങുന്ന നാലാമത്തെ ചിത്രമായ ബെൻസ് സംവിധാനം ചെയ്യുന്നത് ഭാഗ്യരാജ് കണ്ണനാണ്. LCUവിൽ ആദ്യമായാണ് ലോകേഷ് സംവിധാനം ചെയ്യാത്ത ഒരു സിനിമ ഇറങ്ങുന്നത്. രാഘവ ലോറൻസ് നായകനാകുന്ന ഈ സിനിമയിൽ മലയാളത്തിൽ നിന്ന് നിവിൻ പോളി വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 80% ഷൂട്ടിംഗ് പൂർത്തിയായ ഈ സിനിമയിൽ നിവിൻ പോളിയുടെ വില്ലൻ കഥാപാത്രമായ വാൾട്ടറിന്റെ ചിത്രീകരണം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിക്കുന്നത്. ഡിസംബർ മാസത്തിൽ സിനിമയുടെ ബാക്കി ഷൂട്ടിംഗ് പൂർത്തിയാക്കി 2026 മെയ് മാസത്തിൽ ചിത്രം റിലീസ് ചെയ്യാനാണ് മൂവി ടീം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വാരം റിലീസ് ചെയ്ത മലയാളം സിനിമകളിൽ എക്കോ വിജയം ഉറപ്പിച്ചു എന്ന വാർത്ത നമ്മൾ മുൻപേ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ബുക്ക് മൈ ഷോയിൽ മണിക്കൂർ ട്രെൻഡിംഗ് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ചിത്രം സക്സസ് ട്രാക്കിൽ മുന്നേറുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ്. അതേസമയം വിലായത്ത് ബുദ്ധ എന്ന പൃഥ്വിരാജ് സുകുമാരൻ നായകനായ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വിലായത്ത് ബുദ്ധ എന്ന സിനിമയിലെ ഒരു പ്രമോ സോങ്ങും ഇന്നലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. സുരേഷ് ഗോപി ജയറാം കൂട്ടുകെട്ടിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സിനിമയായ സമറിൻ ബദ്ലഹേം ഡിസംബർ മാസം 12-ാം തീയതി റീ റിലീസ് ചെയ്യുന്ന വിവരം നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ. ഇപ്പോൾ മറ്റൊരു സുരേഷ് ഗോപി ചിത്രവും റീ റിലീസിന് ഒരുങ്ങുകയാണ്. രാജി കൈലാസ് സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഹിറ്റ് സിനിമയായ കമ്മീഷണറാണ് ഇപ്പോൾ റീ റിലീസിന് ഒരുങ്ങുന്നത്. ധനുഷ് നായകനായ ഹിന്ദി സിനിമ തേരെ ഇഷ്കുമേം ഈ വരുന്ന വെള്ളിയാഴ്ച റിലീസിന് ഒരുങ്ങുകയാണല്ലോ. തീവ്രമായ പ്രണയകഥ പറയുന്ന ഈ സിനിമയുടെ സംഗീത സംവിധാനം AR റഹ്മാനാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിലെ പാട്ടുകൾ ഇതിനോടകം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. കാഞ്ചന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ബോളിവുഡിൽ വീണ്ടും ഒരു ഹിറ്റ് സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലാണ് ധനുഷ് ഇപ്പോൾ. രാജാ സാബ് എന്ന സിനിമയ്ക്ക് ശേഷം പ്രഭാസ് നായകനാവുന്ന സ്പിരിറ്റ് എന്ന സിനിമയിൽ മലയാളത്തിന്റെ മോഹൻലാൽ ക്യാമിയോ റോളിൽ വരുന്നു എന്ന വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്നാൽ അത് തികച്ചും റൂമേഴ്സ് മാത്രമാണെന്നും രൺബീർ കപൂർ ആണ് ഈ സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തുന്നതും എന്നാണ് ഒരു വാർത്താ മാധ്യമത്തെ ഉദ്ധരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. റിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് സ്പാ. സീക്രട്സ് ആർ സീക്രട്സ് ഫോർ സം റീസൺ എന്ന ടാഗ് ലൈനോടെ പുറത്തിറങ്ങുന്ന സിനിമയിൽ ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, പൂജിത മേനോൻ, സിദ്ധാർത്ഥ് വർദ്ധൻ, മേജർ രവി എന്നിവർ അഭിനയിക്കുന്നു. ചിത്രീകരണം പൂർത്തിയായി എന്ന് ഒഫീഷ്യലായി അറിയിച്ച ഈ സിനിമയുടെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഇത്തരം സിനിമ വാർത്തകളും വിശേഷങ്ങളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.